ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ ഇന്ന് മുശാവറ അംഗങ്ങളുടെ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയിൽ ഭിന്നതയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ സമസ്ത പതുക്കെ പതുക്കെ ലീഗ് വിരുദ്ധർ കൈയടക്കുകയാണോ? അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് സമസ്ത ഈ പണ്ഡിത സഭയുടെ കാര്യമാണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. മുസ്ലിം ലീഗ് എങ്ങാനും സമസ്തയെ കൈവിട്ടാൽ സമസ്തയുടെ പൊടി പോലും ഉണ്ടാവില്ല. സമസ്ത നിലനിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്കൽ സപ്പോർട്ടാണ്. മറ്റേ അത് ഒരു കാര്യം കൂടെ പറഞ്ഞു, തെറ്റിദ്ധാരണ വേണ്ട. 90% മുസ്ലിമുകൾക്കും മതസംഘടന സമുദായ സംഘടനയും താല്പര്യമില്ല. അവരവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്നു എന്നുള്ളത്. 10% ആൾക്കാർക്കാണ് താല്പര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ. അപ്പൊ അതിൽ മുസ്ലിം ലീഗിന് ഒരു അപ്രമാദിത്യം സമസ്തയിലുണ്ട്, പക്ഷെ മുജാഹിദിലും ജമാഅത്തിലും ഇല്ല. അവര് കൺസൾട്ടകം അവര് മീറ്റിങ്ങുകളൊക്കെ വിളിച്ചാൽ ഞങ്ങളെല്ലാവരും പോകാറൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ സംഘടനയുടെ കാര്യങ്ങളിൽ അവർ കൈയിടാറില്ല. ആകെ അവരായിട്ട് ബന്ധമുള്ളത് സമസ്തയായിട്ട് മാത്രമേ ഡയറക്റ്റ് ബന്ധമുള്ളൂ. അപ്പോൾ അതേസമയം ഒരു കാര്യം തീർത്തു പറയാം. കാരണം സമസ്ത ലീഗിന്റെ ഒരു പോഷക സംഘടനയോ ലീഗ് സമസ്തയുടെ ഒരു പോഷക സംഘടനയൊന്നുമല്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയാണ്. ആ രാഷ്ട്രീയ കക്ഷിയിൽ ഇനിയിപ്പോൾ എല്ലാ സംഘടനകളും എതിർത്താലും അതിന്റെ സപ്പോർട്ട് അവിടെ തന്നെ നിൽക്കും. കാരണം മുസ്ലിങ്ങൾ കാണുന്നതെല്ലാം വ്യത്യസ്തമായിട്ടാണ് അവര് കാണുന്ന. പക്ഷെ അതേസമയത്ത് തന്നെ ലീഗ് ഈ സമസ്തയിലെ ഭിന്നത പരിഹരിക്കുന്നതിന് വേണ്ടി ചാടി പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ സമസ്ത ഒന്നിച്ചു നിൽക്കണമെന്നും സമസ്തയുടെ പിന്തുണ മുസ്ലിം ലീഗിന് വേണമെന്നും ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ പാണക്കാട് സാദിഖ് അലി തങ്ങൾ തന്നെ നേരിട്ട് ഇടപെട്ട് സമസ്തയിലെ ഭിന്നിപ്പ് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്? അപ്പോൾ മുസ്ലിം ലീഗിന് സമസ്ത ഇല്ലാതെ പറ്റില്ല എന്നൊരു നിലപാട് കൂടി ഉണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല. ഇവർ തമ്മിലുള്ള ബന്ധം ഉണ്ടെങ്കിലും ഞാൻ പറയട്ടെ, നമ്മുടെ കൂടെ ഉള്ള മറ്റുള്ളവർ മനസ്സിലാക്കാൻ, മുസ്ലിം സമുദായത്തിന് 3-4 സംഘടനകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള അവരുടെ ഗ്രൂപ്പുകളുണ്ട്. അതായത് ആദ്യം തന്നെ സുന്നി, അതിൽ AP സുന്നി, സമസ്ത, പിന്നെ ദക്ഷിണ കേരള 3, മുജാഹിദിനും 3 വിഭാഗം, ശരിയല്ലേ? പിന്നെ ജമാഅത്തെ ഇസ്ലാമി, പിന്നെ ഞങ്ങളുടെ മാതിരിയുള്ള സാമുദായിക വിദ്യാഭ്യാസ സംഘടനകൾ. ഈ സംഘടനകളെല്ലാവരും സാധാരണഗതിയിൽ ലീഗ് വിളിച്ചാൽ മീറ്റിങ്ങിനൊക്കെ വിളിച്ചാൽ ഞങ്ങളൊക്കെ പോകാറുണ്ട്. അനാവശ്യമായിട്ട് ഞങ്ങൾ ലീഗിന്റെ കാര്യങ്ങളിൽ ഞങ്ങളാരും ഇടപെടാറില്ല. പക്ഷെ സമസ്തയായിട്ട് അങ്ങനെയല്ല. ആദ്യ കാലഘട്ടം തൊട്ടിട്ടേ സമസ്തയായിട്ട് ഇവർക്കൊരു ബന്ധമുണ്ട്. അതിന് കാരണം ബാഫക്കി തങ്ങളും നമ്മുടെ ശിഹാബ് തങ്ങളും അതിനുശേഷമുള്ള മറ്റേ ഹൈദരലി തങ്ങളും ഒക്കെ അവര് സമസ്തക്കാരുമാണ്, അതേസമയം ലീഗുമാണ്. അപ്പൊ അങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്. അല്ലാതെ ലീഗിന്റെ മെമ്പർഷിപ്പ് ഉദാഹരണം ഒരുപാട് സമസ്ത നേതാക്കന്മാർ കോൺഗ്രസിലുള്ളവരും ഉണ്ടായിട്ടുണ്ട്. വളരെ കുറച്ചുള്ളൂ. CPM-കാർ വളരെ കുറവാണ്. സമസ്തയിലൊന്നും CPM-കാരൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് വളരെ ക്ലിയർ ആയിരിക്കണം. ഇത് തമ്മിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത്. പക്ഷെ കൂടുതൽ ബന്ധം ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സമസ്തയായിട്ടാണ് ഇവർക്ക് കൂടുതൽ ബന്ധമുള്ളത്. അതിനൊരു കാര്യം കൂടെ ഉണ്ട്. ഈ സമസ്ത കാര്യമായിട്ട് പ്രവർത്തിക്കുന്നത് മലബാർ ഏരിയയിലാണ്. സൗത്ത് കേരളയിൽ മുജാഹിദും ജമാഅത്തും ഒക്കെയാണ് കൂടുതലുള്ളത്. കൂടുതൽ എന്ന് വെച്ചാൽ അത്ര കൂടുതലല്ല, കാരണം അവിടെ ജനസംഖ്യ തന്നെ കുറവാണ്. അപ്പൊ ആ നിലക്ക് ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് ഞാൻ തിരിച്ചു പറയുകയാണ്. ദർ ഇസ് സംതിങ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് ഇത് ഷേക്സ്പിയറിന്റെ വാക്കുകളാണ്. അപ്പൊ സമസ്തയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അതിൽ വേറെ രാഷ്ട്രീയവും കാര്യമൊന്നുമില്ല. അതിൽ ആദർശപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ ഒരു ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് CIC. ഇപ്പൊ CIC-യുടെ അതിർശ്ശേരി പറയുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള അദ്ദേഹം ചിലപ്പോൾ അതിര് കടന്ന് പറയാറുണ്ട്. ഉദാഹരണമായിട്ട് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് നമുക്ക് ആർക്കും സ്വീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ വിവാഹം കഴിയണവരെ ഡിഗ്രി എടുക്കണവരെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന്. അത് സത്യത്തിൽ മൗലികാവകാശങ്ങൾക്കെതിരാണത്. അവർ കല്യാണം കഴിക്കുന്നത് 18 വയസ്സിന് ശേഷം എവിടെ വേണമെച്ചാൽ കല്യാണം കഴിക്കും. ഇവിടെ MBBS-ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ 3-ാം കൊല്ലം 4-ാം കൊല്ലമൊക്കെ അവർ കല്യാണം കഴിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അല്ല, ഞാൻ മനസ്സിലാക്കിയതോടൊപ്പം അതിൽ ശരിയായാലും കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമില്ല. ആശയപരമായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത് എല്ലാ മുജാഹിദീനും എല്ലാ മുസ്ലിം സംഘടനകളും ബാധിച്ചിട്ടുള്ള കാര്യം ഈ സ്ഥാപനങ്ങളുടെ മുകളിലുള്ള ഒരു പിടുത്തമാണ്. അതിന്റെ ബേസിസിലാണ് മുജാഹിദ് തന്നെ രണ്ടായതൊക്കെ. അപ്പോ ആ നിലക്ക് ഈ നമ്മുടെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര ദീർഘകാലമായിട്ട് അവരുടെ നേതാക്കന്മാരെല്ലാവരും ലീഗിനോട് ബന്ധപ്പെട്ടാണ്. അതേസമയം ലീഗിന്റെ ഏറ്റവും ഉയർന്ന നേതാക്കന്മാർ സീതി ഹാജി, സീതി ഷാക്കിറിന് വേണമെച്ചാൽ എതിർത്ത് പറയാം. ഞാൻ എൻ്റെ മനസ്സിന് ഓർമ്മ നിർത്തി പറയണേ. സീതി ഹാജി, സീതി സാഹിബ്, ഒരാളോളം CH, KPA മജീദ് സെക്രട്ടറിമാര്, PMA സലാം, അവരെല്ലാവരും മുജാഹിദാണ്. അപ്പൊ അതിന്റെ അർത്ഥം ലീഗ് എല്ലാവരും ഉൾക്കൊള്ളുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ അത് തന്നെയാണല്ലോ സമസ്തയുടെ പ്രശ്നവും. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ സമസ്തയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. മുസ്ലിം ലീഗിൽ ജമാഅത്തുകളും അതുപോലെ തന്നെ മുജാഹിദുകളും പിടിമുറക്കുന്നു. ഇതാണല്ലോ സമസ്തയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിൽ സമസ്തയിൽ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് ലീഗിനെ അനുകൂലിക്കുന്നവരും ലീഗ് വിരുദ്ധരും. ഈ ലീഗ് വിരുദ്ധർക്ക് മറ്റൊരു പട്ടം കൂടി ചാർത്തി കിട്ടുന്നുണ്ട്. അത് CPM-ന്റെ സ്ലീപ്പർ സെൽ എന്നുള്ളതാണ്.
അതുപോലെ തന്നെ ചന്ദ്രിക പോരാ, സുപ്രഭാതം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പത്രം തുടങ്ങിയപ്പോഴും ആ പത്രത്തിലൂടെ ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പുകളിൽ പരസ്യം വരുന്നത് LDF-ന്റേതാണ്. അപ്പോൾ ആ ഒരു സ്ലീപ്പർ സെൽ എന്നുള്ള വാദത്തിന് മൂർച്ച കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ടും ലീഗ് വിരുദ്ധർ, ലീഗ് അനുകൂലികൾ ഇന്ന് രണ്ട് വേർതിരിവ് വന്നു കഴിഞ്ഞു സമസ്തയിൽ. അത് മാത്രമല്ല, നേരത്തെ അത് രഹസ്യമായിട്ടായിരുന്നു, പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് ശക്തി കൂടുകയും ചെയ്തു. ഒരു പക്ഷം മറ്റൊരു പക്ഷത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് പറയുന്നു. ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് ലീഗ് വിരുദ്ധരുടെ കയ്യിലാണോ ഇപ്പോൾ സമസ്ത എന്ന് ചോദിച്ചത്. പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആശയപരമായിട്ട് ഈ ലീഗ് വിരുദ്ധ ചേരിക്കൊപ്പമാണല്ലോ. പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ ഉമർ ഫൈസി മുക്കവുമായിട്ടുള്ള ആ ഒരു തർക്കം വന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉമർ ഫൈസി മുക്കവും ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആശയപരമായി ലീഗ് വിരുദ്ധർ എന്ന ഗണത്തിൽ പെടുത്താവുന്നതാണ്. പക്ഷെ തർക്കം അവർ തമ്മിൽ വരുന്നു. അതിനെ ഇപ്പുറത്ത് ലീഗ് പക്ഷചേരി അവർ അതിനെ ഊതി വീർപ്പിക്കാൻ ശ്രമം നടത്തുന്നു. ഇങ്ങനെയുള്ള കുഴഞ്ഞു മറിഞ്ഞ അതിസങ്കീർണമായ കാര്യങ്ങൾ സമസ്തയിൽ സംഭവിക്കുമ്പോൾ അത് മുസ്ലിം ലീഗ് അതിനെ ഒട്ടും കണക്കിലെടുക്കേണ്ട എന്നാണോ താങ്കളുടെ നിലപാട്? ഇല്ല, അതെ, നമ്മൾ പോയിട്ട് ഈ ചെളിയിൽ പോയിട്ട് കൈയെഴുതാതിരിക്കുന്നതല്ല. എന്താ കാരണം, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഇത് ഏത് വശത്ത് നിൽക്കുന്നതെന്ന് ആർക്കും പറഞ്ഞുകൂടാ. ഒരു കാര്യം തീർത്തും പറയാം, ലീഗ് വിരുദ്ധർ അല്ല ആയിട്ടുള്ളവർ പൊന്നാനിയിൽ പോയിട്ട് ഇടപെട്ടിട്ട് എന്തുണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പൊന്നാനിയിൽ അഭൂതപൂർവമായിട്ടുള്ള മുസ്ലിം ലീഗിന് കിട്ടാത്ത, എനിക്ക് തോന്നുന്നു ബനാത്തൂരുടെ കാലഘട്ടം പോലും ഇത്ര ഉണ്ടായിട്ടുണ്ടാവില്ല വോട്ട്. അത്രയധികം വോട്ടിന് ലീഗ് അവിടെ ജയിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം ലീഗ് സമസ്തയുടെ മേളിലൊന്നും മനസ്സിലായില്ല, അവർ ആശ്രയിക്കുന്ന സംഘടനയൊന്നുമല്ല. പിന്നെ ഞാനൊരു അഭിപ്രായം പറയട്ടെ, ലീഗ് സാധാരണ ചെയ്യുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരും അഭിപ്രായം എടുക്കും. ഞാൻ ഏത് മീറ്റിംഗ് ലീഗ് പ്രശ്നങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടോ അതിന് എന്നെയും വിളിക്കാറുണ്ട്. ഞാൻ അപ്പുറത്തെ ബന്ധമുള്ള ആളാണ്, ഇപ്പുറത്തും ബന്ധമുള്ള ആളാണ്. അപ്പൊ അതൊരു ലീഗിന്റെ ഒരു പോളിസിയാണ്, എല്ലാ മുസ്ലിം സംഘടനകളെയും വിളിക്കുക എന്നുള്ളത്. ആ പോളിസി അനുസരിച്ച് ഞങ്ങളെല്ലാവരും പോകും. ഞങ്ങൾ ഒത്തുതീർപ്പുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒത്തുതീർപ്പിന് പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴിക്ക് പോകും. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പോ അതിന്റെ അർത്ഥം ഇനി വേറൊന്നും കൂടെ പറയാം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുസ്ലിം ലീഗിനെ ഷംസുദ്ദീനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞല്ലോ മണ്ണാർക്കാട്. എന്തുണ്ടായി? അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് അവിടെ ഷംസുദ്ദീൻ തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു 3-ാമത്തെ തവണ 4-ാമത്തെ തവണ ഞാൻ കണ്ട അവിടെ MLA. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട, മതസംഘടനകൾ മനസ്സിലാക്കേണ്ട, അനാവശ്യമായിട്ട് അവർ പോയിട്ട് രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഇടപെടണ്ട. അത് ഇടപെട്ടത് NSS ആയാലും SNDP ആയാലും കത്തോലിക്ക സഭ ആയാലും അവർ വെള്ളം കുടിക്കും. അവർ പറഞ്ഞൊന്നുമല്ല ഇന്നത്തെ യുവാക്കൾ കേൾക്കുന്നത്. യുവാക്കൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. തിരിച്ചും നമ്മൾ നോക്കാം, രാഷ്ട്രീയ സംഘടനകൾ അനാവശ്യമായിട്ട് പോയിട്ട് മതസംഘടനകളുടെ കാര്യങ്ങളിലും പോയി ഇടപെടണ്ട. അതും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി മുജാഹിദ് ഉണ്ട്, അപ്പൊ മുജാഹിദിനെ പുറത്താക്കണം. അത് നടക്കണ കാര്യമില്ലാന്നേ. ഇപ്പൊ ആകെ ഒരു പ്രശ്നമുള്ളത് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് മാത്രമേ ഉള്ളൂ. അതെന്താ കാരണം വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്, മറ്റൊരുക്ക് പൊളിറ്റിക്കൽ പാർട്ടി ഇല്ല. അപ്പൊ അതുകൊണ്ട് അവരായിട്ട് ചേർന്ന് പോകണത് ശരിയില്ല എന്നുള്ള അഭിപ്രായമുള്ള ഒരുപാട് ലീഗുകാരുണ്ട്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ലീഗിൽ മുജാഹിദും സുന്നിയും കൂടെ തമ്മിൽ രാഷ്ട്രീയമായിട്ട് അങ്ങനത്തെ ഒരു മുട്ടലുണ്ട്. TP അബ്ദുള്ള കോയ മദനി KNMന്റെ പ്രസിഡന്റ് തന്നെ വലിയ ലീഗുകാരനാണ്. അയാൾ ലീഗിന്റെ മുനിസിപ്പൽ കോർപ്പറേറ്റ് പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഏറ്റുമുട്ടലല്ല ഉണ്ടാവുന്നത്. സത്യത്തിൽ ഞാൻ പറയട്ടെ, ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ്. കാരണം ഉമ്മർ ഫൈസി മുക്കം ഓരോന്ന് പറയുന്നു, മുഹമ്മർ ഫൈസി അതിർശ്ശേരിന് എതിർത്ത് പറയുന്നു, ജിഫ്രി തങ്ങൾ ഒളിയമ്പ് എഴുതുന്നു. അദ്ദേഹം ഒളിയമ്പിന്റെ ഒരു മാസ്റ്ററാണ്, ഒളിയമ്പ് എഴുതുന്നു. അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇപ്പൊ ക്ലീനിങ്ങിന് ഞങ്ങൾക്ക് ഇന്നലത്തെ മൈസൂരിലെ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഹാസ രൂപേണ ഉള്ളതായിരുന്നു. ശുദ്ധീകരണത്തിനൊന്നും ഇവിടെ ആരും കോൺട്രാക്ട് എടുക്കേണ്ട സമസ്തയിൽ എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ലീഗിനുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ആതിർശ്ശേരിക്കെതിരെയാണ് അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതും.